നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2025 നവംബർ 3 തിങ്കളാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി ഇവി. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. കുടുംബത്തിലെ ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വിയോഗമുണ്ടാകാൻ ഇന്ന് സാധ്യത കാണുന്നു. ഉദരരോഗമുള്ളവർ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുവാനും അതിസാരം പിടിപെടാനും ഇടയുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഒരു തരത്തിലുമുള്ള അശ്രദ്ധ പാടില്ല. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. കുടുംബപരമായ സൗഖ്യം, തൊഴിൽ രംഗത്ത് വിജയം, സാമ്പത്തികമായ ഉന്നതി, ആരോഗ്യവർദ്ധനവ് എന്നിവ ഇന്ന് വന്നുചേരും. എവിടെയും മാന്യത ലഭിക്കും. കുടുംബത്തിൽ മനസ്സമാധാനം സന്തോഷവും ഉണ്ടാകുന്ന അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു നല്ല ദിനമാണിത്. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. തൊഴിൽ രംഗത്ത് വിജയവും ശത്രുഹാനിയും ധനപരമായ നേട്ടവും ഇന്ന് ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ലാഭത്തിൽ ആയിത്തീരുന്ന നല്ല സ്ഥിതിവിശേഷം അനുഭവത്തിൽ വരും. കാര്യങ്ങൾ ശുഭകരമായി മുന്നോട്ടു പോകുന്ന ഒരു ദിനമായിരിക്കും ഇന്ന്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഭാര്യ ഭർത്താവ് സന്താനങ്ങൾ എന്നിവർക്ക് ഹാനി സംഭവിക്കുവാനും മനോദുഃഖത്തിനും സാധ്യത കാണുന്നു. ബന്ധുജനങ്ങളുമായി കലഹം, ജലഭയം, സംശയരോഗങ്ങൾ എന്നിവ ഉണ്ടാകാം. ധനപരമായ ക്ലേശവും തൊഴിൽ പരാജയവും ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബപരമായി അഭിപ്രായ വ്യത്യാസം രൂക്ഷമാവുകയും ബന്ധുജനങ്ങളുമായി കലഹത്തിനും സാധ്യത കാണുന്നു. മനോരോഗം പിടിപെടാൻ സാധ്യതയുണ്ട്. തൊഴിൽപരമായ പരാമർശം, മാനസിക പിരിമുറുക്കം, ധനക്ലേശം എന്നിവ അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. പുതിയ വാഹനം, ഗൃഹം എന്നിവ സ്വന്തമാക്കാനുള്ള ആഗ്രഹം സബലീകരിക്കാൻ ഇന്ന് സാധിക്കും. വിട്ടുവീഴ്ച മനോഭാവത്താൽ ദാമ്പത്യ ഐക്യവും കുടുംബത്തിൽ സമാധാനവും ഉണ്ടാകും. ധനപരമായ ലാഭം പ്രതീക്ഷിക്കാം. കാര്യങ്ങൾ അനുകൂലമാവുന്ന ഒരു നല്ല ദിനമാണിത്. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രോഗങ്ങളിൽ നിന്നുള്ള ശാന്തി, ശത്രുഹാനി, കുടുംബജീവിതത്തിൽ സൗഖ്യം എന്നിവ ഇന്ന് ലഭിക്കും. തൊഴിൽ രംഗത്ത് വിജയം, സാമ്പത്തികപരമായ ഉന്നതി എന്നിവ പ്രതീക്ഷിക്കാം. കുടുംബ ബന്ധുജനങ്ങളിൽ നിന്ന് ഗുണാനുഭവം ഉണ്ടാകുന്ന ഒരു നല്ല ദിനമാണിത്. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. മറ്റുള്ളവരുമായുള്ള ആശയവിനിമയങ്ങളിൽ നിന്ന് ഇന്ന് വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അബദ്ധം പറ്റാൻ ഇടയുണ്ട്. തൊഴിലിടങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുജന കലഹം ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. സംസാരത്തിൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. മനസ്സിന് ഭയമുണ്ടാക്കുന്ന അവസ്ഥ സംജാതമാകാൻ സാധ്യതയുണ്ട്. ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സം അനുഭവപ്പെടുകയും മനസ്സ് സ്വസ്ഥത കുറയുകയും ചെയ്യും. അപമാനം, മനോദുഃഖം, ധനപരമായ ക്ലേശം എന്നിവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോകുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ധൈര്യം, എല്ലാ കാര്യങ്ങളിലും വിജയം, വാഹനഭാഗ്യം, ധനപരമായ ലാഭം എന്നിവ ഇന്നുണ്ടാകും. ശത്രുക്കളുടെ മേൽ വിജയം നേടാൻ സാധിക്കും. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ വിധി ഉണ്ടാകുന്ന ഒരു നല്ല ദിനമാണിത്. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി ദുർപ്രവർത്തികൾ ചെയ്യുവാനുള്ള സാഹചര്യം ഇന്നുണ്ടാകും. രോഗാതി ദുരിതമുണ്ടാവുകയും ധനപരമായ ക്ലേശം, തൊഴിൽ പരാജയം എന്നിവ നേരിടുകയും ചെയ്യും. കൂട്ടുകെട്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ വിവേകം കാണിക്കുക. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. വിശേഷപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഇന്ന് അവസരം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അലങ്കാര വസ്തുക്കളുടെ വർധനവ്, ആഗ്രഹ സബലീകരണം, ദാമ്പത്യ ഐക്യം എന്നിവ ഉണ്ടാകും. സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാവുന്നതാണ്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇവി 9746812212.